ജയ് ശ്രീ രാധേ കൃഷ്ണ. എല്ലാവർക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ദേവകിയുടെയും വസുദേവരുടെയും വിവാഹത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തവണ നമുക്ക് ദേവന്മാരുടെ സ്തുതിയെക്കുറിച്ചും ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തെക്കുറിച്ചും പറയാം. ഭാഗവതത്തില് ദശമസ്കന്ധത്തില് 10ാമത്തെ സ്കന്ധത്തില് സംസാര രോഗത്തിന് ഒരു ഔഷധമാണ് കൃഷ്ണകഥ. പക്ഷേ ആ ഔഷധം വായ കൊണ്ട് കഴിക്കേണ്ടതല്ല, നല്ലൊരു ശ്രോതാവാകണം. നന്നായി ചെവിയിൽ കൂടി ശ്രവിച്ച് മനസ്സ് നിറഞ്ഞ് പരമാനന്ദം നൽകുന്ന ഒരു ദിവ്യ ഔഷധമാണത്. ഇന്ന് നമുക്ക് ഈ ഔഷധം കേട്ടാലോ? നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ആനന്ദകരമാകും. ഭഗവാൻ കൃഷ്ണൻ ഈ ഭാരതത്തിൽ അവതരിച്ച അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും പൂർണ്ണ സ്വരൂപനാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ദേവന്മാര് വസുദേവരുടെയും ദേവകിയുടെയും കാരാഗൃഹത്തിലെത്തി ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതിയില് ദേവന്മാര് പറയുകയാണ്, കൃഷ്ണ, സത്യസ്വരൂപനായ അങ്ങയെ ഞങ്ങൾ നമിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങയോട് പറയാനുള്ളത്, അങ്ങയുടെ ഈ വരവ് ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ ഭൂമിയിൽ പല അവതാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്ന ഏറ്റവും ശക്തിയുള്ള അവതാരമായി മാറും. ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേരുന്ന നാളിൽ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ അവതാരത്തിനു വേണ്ടി കാലം തയ്യാറായി നിൽക്കുകയാണ്. ഭഗവാൻ അവതരിക്കുന്നത് അർദ്ധരാത്രിയിലാണ്, കാരാഗൃഹത്തിൽ. ആ സമയത്ത് പ്രകൃതി പോലും തണുത്ത് ഒരു കുളിർമയിൽ നിൽക്കുകയാണ്. ദേവന്മാരെ സ്തുതിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, യദുവംശത്തിലെ സർവശ്രേഷ്ഠനായിട്ടാണ് അങ്ങ് അവതരിക്കുന്നത്. അങ്ങയുടെ തൃപ്പാദങ്ങൾക്ക് ഞങ്ങളുടെ ആദരണീയവും വിനയപുരസ്സരവുമായ പ്രണാമങ്ങൾ. മത്സ്യം, അശ്വം, കൂർമ്മം, നരസിംഹം, ശ്രീരാമചന്ദ്രൻ, പരശുരാമൻ, മറ്റു പലതരത്തിലും അങ്ങ് അവതരിച്ചിട്ടുണ്ട്. അങ്ങ് പ്രത്യക്ഷപ്പെട്ടത് ഭക്തന്മാരുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ്. പരമാത്മാവിന്റെ അതേ രൂപത്തിൽ അങ്ങ് ഇപ്പോഴെടുക്കുന്ന അവതാരത്തിൽ പണ്ടത്തെ പോലെ മൂലോകത്തിലും ഞങ്ങൾക്ക് രക്ഷ നൽകി. പ്രിയപ്പെട്ട ദേവകി മാതാവേ, അമ്മയുടെ ഗർഭത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് തന്റെ പൂർണ്ണ വികാസത്തോടുകൂടിയ പരമാത്മാവാണ്. ഞങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ആദിമ പരമ ദിവ്യോത്തമ പുരുഷനാണ് അദ്ദേഹം. അതിനാൽ സഹോദരനായ ഭോജരാജനെക്കുറിച്ച് യാതൊരു പേടിയും വേണ്ട. അവിടുത്തെ പുത്രനായ ശ്രീകൃഷ്ണ പരമാത്മാവ് ധാർമ്മികമായ യദുവംശത്തിന്റെ രക്ഷയ്ക്കായി അവതരിക്കാൻ പോവുകയാണ്. അദ്ദേഹം ഒരിക്കലും ഒറ്റയ്ക്കല്ല. സ്വന്തം പൂർണ്ണവികാസം തന്നെയായ ബലരാമനുമൊത്താണ് അദ്ദേഹം അവതരിക്കുന്നത്. ദേവകിക്ക് സഹോദരനായ കംസനെ വളരെ ഭയമായിരുന്നു. ഇതിനകം തന്നെ എത്ര കുഞ്ഞുങ്ങളെ അയാൾ വധിച്ചു കഴിഞ്ഞു അല്ലേ? ഈ സമയത്ത് എല്ലാ ദേവന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് ദേവകിയെ സന്ദർശിച്ച് പുത്രനായ കൃഷ്ണനെ കംസൻ വധിക്കുമെന്ന ഭയം വേണ്ടെന്ന് പറഞ്ഞ് ദേവകി ദേവിയെയും വസുദേവരെയും സമാശ്വസിപ്പിച്ചു. ഇക്കാര്യങ്ങളെല്ലാം വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. ചന്ദ്രൻ പെട്ടെന്ന് പൂർണ്ണതയിൽ വരുമ്പോഴുള്ള വെളിച്ചം പോലെ ഇതാ ഭഗവാൻ കൃഷ്ണൻ ഈ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു. എന്തിനു വേണ്ടിയാണ് അവതരിക്കുന്നത്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ പറയുകയാണ്, ഞാൻ എല്ലായ്പ്പോഴും എന്റെ ഭക്തന്മാരെ കൈപിടിച്ചുയർത്തും. ആരെങ്കിലും എന്റെ ഭക്തന്മാരെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ അധർമ്മികളെ ഞാൻ ഇവിടെ നിന്ന് മാറ്റും. ഞാൻ ധർമ്മത്തെ പുനഃസ്ഥാപിക്കും. നാരദ മഹർഷി പറഞ്ഞതനുസരിച്ച് വേദവ്യാസൻ ഭാഗവതം ചിത്രീകരിക്കുമ്പോഴെല്ലാം തന്നെ ഭഗവാനെ സേവിക്കുന്ന സജ്ജനങ്ങൾക്കുണ്ടാകുന്ന ദുഃഖവും ആ ദുഃഖത്തിന്റെ പരിപൂർണതയിൽ ഭഗവാൻ പ്രത്യക്ഷനായി നിൽക്കുന്നതുമൊക്കെ കാട്ടിത്തന്നിരിക്കുകയാണ്. പ്രഥമ സ്കന്ധത്തിൽ തന്നെ വേദവ്യാസ മഹർഷി ആദ്യം തന്നെ കുന്തിദേവി എന്ന കഥാപാത്രത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അമ്മയുടെ പ്രാർത്ഥനയിലൂടെ കൃഷ്ണാവതാരത്തിന്റെ പരിപൂർണത നിറഞ്ഞ ഭാവം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇരുട്ടിന്റെ അർദ്ധരാത്രിയിൽ ആ ഇന്ദ്രനീല മേഘശ്യാമള വർണ്ണന്റെ വെളിച്ചം നമുക്ക് അനുഭവപ്പെടുന്നത്. ഗ്രഹങ്ങളും താരകങ്ങളും എന്നല്ല, ഈ പ്രകൃതി പ്രപഞ്ചമെല്ലാം അതിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണാവതാരം അഷ്ടമിരോഹിണിയുടെ അന്നാണെന്ന് വിചാരിച്ചപ്പോഴേക്കും തന്നെ
നക്ഷത്രങ്ങളെല്ലാം കോൾമയർ കൊണ്ട് നിൽക്കുകയാണ്. നക്ഷത്ര രാജാവായ സാക്ഷാൽ ചന്ദ്രദേവൻ അഭിമാനിക്കുന്നു, എന്റെ വംശത്തിലാണ് കൃഷ്ണാവതാരമെന്ന് പറഞ്ഞു. ദേവകി ദേവിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ ഉണ്ണിയായി ലഭിച്ചുവെങ്കിൽ ആ അമ്മയുടെ ജീവിതത്തിന്റെ ദുഃഖം പരിപൂർണതമമായി അനുഭവിച്ച ഒരു നിമിഷമായിരുന്നു അത്. വസുദേവർക്ക് തന്റെ പൂർവ്വജന്മ തപസ്യകളുടെ ഫലമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഉണ്ണിയായിട്ട് ലഭിച്ചെങ്കിൽ ആ വസുദേവർ അനുഭവിച്ച ദുഃഖങ്ങളുടെ പരിപൂർണതയുടെ ഒരു നിമിഷമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഭാഗവതം നമ്മളോട് പറയുകയാണ്, ദുഃഖിച്ചോളൂ മനുഷ്യരെ, നിങ്ങൾ ദുഃഖിച്ചോളൂ. പക്ഷേ ആ ദുഃഖത്തിന്റെ ആധിക്യത്തിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഭൂമി മുഴുവനും ചന്ദ്രൻ ഉദിച്ച പോലെ നിങ്ങൾക്ക് തോന്നും. ഭൂമിദേവി നദികളാകുന്ന തന്റെ സ്വന്തം കൈകളിലൂടെ ഉണ്ണികൃഷ്ണനെ വാരിപ്പുൽകാൻ തയ്യാറായി കഴിഞ്ഞു. പർവ്വതസ്ഥന മണ്ഡിതയാകുന്ന ആ ഭൂമിദേവി ശ്രീകൃഷ്ണ ഭഗവാനെ മാറോടണയ്ക്കാൻ വെമ്പൽ കൊണ്ടു കഴിഞ്ഞു. അനേകം പുഷ്പങ്ങളും ചെടികളുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഭൂമിദേവി ഭഗവാനെ തന്റെ വൃന്ദാവനത്തിലൂടെ ഓടി നടക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. ഭൂമിദേവിയുടെ മാതൃത്വം നദികളായും പുഴകളായും മരങ്ങളായും ചെടികളായും ഗോക്കളായും താൻ കൃഷ്ണന് സമർപ്പിക്കുന്ന ഉപഹാരങ്ങളായിട്ട് നിവേദ്യങ്ങളായിട്ട് ഹൃദയമിടിപ്പോടെ മാറിക്കഴിഞ്ഞു. ഭൂമിദേവിയെ കൂടാതെ കൃഷ്ണാവതാരത്തിന് കാത്തിരിക്കുന്ന വേറെയും ഹൃദയങ്ങൾ ഉണ്ട് കേട്ടോ. അമ്മയായ ദേവകീ ദേവിയും രോഹിണി ദേവിയും യശോദാദേവിയും വസുദേവരും നന്ദഗോപരുമൊക്കെ, ഇങ്ങനെ അനേകം ഹൃദയങ്ങൾ കൃഷ്ണാവതാരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവരെയെല്ലാം ഒരുപോലെ സന്തോഷിപ്പിക്കാൻ വസുദേവരുടെ ഗൃഹത്തിൽ ദേവകീ പുത്രനായി ജനിക്കും എന്നാണ് അവിടുത്തെ അശരീരി ഉണ്ടായത്. ദേവകീ വസുദേവന്മാരുടെ ദുഃഖം ക്രമേണ അവിടുന്ന് പരന്ന് ലോകത്തിന്റെ മുഴുവൻ ദുഃഖമായി മാറി. ദേവകീ വസുദേവന്മാരുടെ ഭഗവത് പ്രതീക്ഷ ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായി മാറി. അങ്ങനെ ആക്കി മാറ്റി ഭഗവാൻ. അപ്പോഴാണ് കൃഷ്ണാവതാരത്തിന്റെ പരിപൂർണത നമുക്ക് അനുഭവിക്കാനാവുക. എല്ലാവരുടെയും ഒന്നിച്ചുള്ള ദുഃഖത്തിന്റെ നിലവിളി കേട്ട ഭഗവാൻ വിഷ്ണു മായാ ഭഗവതിയെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവി ഉടൻ തന്നെ നന്ദഗോകുലത്തിലെത്തണം. അവിടെ അനേകം ആളുകൾ കംസനെ ഭയന്ന് ഓടിപ്പോയ കൂട്ടത്തിൽ വസുദേവ പത്നിയായ രോഹിണി നന്ദഗോകുലത്തിൽ താമസിക്കുന്നുണ്ട്. ദേവകി ഗർഭത്തിലെ എന്റെ ചൈതന്യമായ അവതരിക്കാൻ പോകുന്ന ആ മൂർത്തിയുടെ ശക്തി ദേവി അങ്ങനെ തന്നെ എടുത്ത് രോഹിണി ഗർഭത്തിലേക്ക് മാറ്റണം. നന്ദഗോപ പത്നിയായ യശോദാദേവിയുടെ മകളായി ദേവി ജനിക്കുകയും വേണം. രോഹിണി ദേവിയുടെ മകനായി ബലരാമൻ ജ്യേഷ്ഠനും എന്റെ അനിയത്തിയായി ദേവിയും ജനിച്ചാൽ പല കാര്യങ്ങളും അതിനനുസരിച്ച് എനിക്ക് നടത്താൻ സാധിക്കും. കൃഷ്ണാവതാരം പൂർത്തിയാക്കാനുള്ള എന്റെ ശ്രമത്തിന് ദേവിയുടെ സഹായം തീർച്ചയായും വേണമെന്ന് ഭഗവാൻ മായാദേവിയോട് അഭ്യർത്ഥിച്ചു. ദേവി ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. എന്തായാലും ഭഗവാൻ ദേവകീ ദേവിയുടെ ദുഃഖത്തെ ഒരു പടി കൂടി ഉയർത്തി. ആ ദുഃഖം മാറ്റുന്ന ചൈതന്യമായിട്ട് ഹൃദയാന്തരാളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ദേവകീ വസുദേവന്മാർ തങ്ങൾ അനുഭവിക്കുന്ന അതീവ ദുഃഖം ആരോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ജഗൽമംഗള സ്വരൂപനായ ഭഗവാനെ ഹൃദയാന്തരാളത്തിലേക്ക് വസുദേവരും പതിയെ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ദേവകീ ദേവിയും ഉൾക്കൊണ്ടു കഴിഞ്ഞത്. വസുദേവര് വർണ്ണിക്കുന്ന ഭഗവത് സ്വരൂപത്തെ ദേവകീ ദേവി കണ്ണിൽ നിന്ന് കണ്ണിലേക്കും വാക്കിൽ നിന്ന് വാക്കിലേക്കും മനസ്സിൽ നിന്ന് മനസ്സിലേക്കും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വസുദേവര് തന്റെ ദുഃഖത്തെ ഉള്ളിലൊതുക്കി ആ ദുഃഖത്തിന്റെ സ്ഥാനത്ത് താൻ പ്രതിഷ്ഠിച്ച ആനന്ദസ്വരൂപനായ ഭഗവാൻ കൃഷ്ണനെ പൂജിച്ചു. ദേവകീ ദേവി വസുദേവരോട് ചോദിച്ചു, 6 കുട്ടികളും മരിച്ചിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെയാണ് അങ്ങയ്ക്കിങ്ങനെ ആനന്ദിക്കാൻ കഴിയുന്നത്? വസുദേവര് മറുപടി പറഞ്ഞു, ദേവകി, എന്റെ ഹൃദയത്തിൽ ഞാൻ ഭഗവാനെ നേരിട്ട് കാണുകയാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, കേട്ടിട്ടില്ലേ? ആ സമയത്ത് എനിക്ക് ഈ ഒരു വരികളാണ് ഓർമ്മ വന്നത്. അവിടുത്തെ മനസ്സിന്റെ ആനന്ദം എനിക്ക് കൂടി പകർന്നു തരൂ എന്ന് ദേവകീ ദേവി വസുദേവരോട് പറഞ്ഞു. അങ്ങനെ വസുദേവരുടെ വാക്കുകളിലൂടെ ദേവകീ ദേവിയുടെ ഹൃദയത്തിലേക്ക് ആ അത്ഭുത ബാലകൻ, ആ താമരക്കണ്ണൻ 4 കൈകളോടെ ശംഖഗദാദി ആയുധങ്ങളോടെ ശ്രീവത്സം തുടങ്ങിയ അവിടുത്തെ സ്വന്തം ചിഹ്നങ്ങളോടെ പീതാംബര പട്ടുചാർത്തി നീലമേഘശ്യാമള വർണ്ണനായി ശോഭിക്കുന്ന കാന്തിയോടെ ഭഗവാനെ തന്റെ മനസ്സിലേക്ക് ദേവകി ദേവിക്ക് കിട്ടിക്കഴിഞ്ഞു.
ഭഗവാന്റെ അവതാര മുഹൂർത്തം സമാഗതമായി. പ്രകൃതി മുഴുവനും ആ അവതാരത്തെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഇന്നലെ വരെ കലങ്ങിയിരുന്ന നദികളെല്ലാം ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇന്നലെ വരെ കൂടിയിരുന്ന താമരകളെല്ലാം ഇന്ന് വിരിഞ്ഞിരിക്കുന്നു. ഇന്നലെ വരെ മൂടിക്കിടന്ന ആകാശമെല്ലാം ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആയിരം ആയിരം പ്രതീക്ഷകളുടെ താരകങ്ങൾ നീലാകാശത്ത് വിരിഞ്ഞു കഴിഞ്ഞു. കുയിലുകളും മയിലുകളും പക്ഷികളും എന്നല്ല സകല ജീവജാലങ്ങളും കൃഷ്ണാവതാരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. എവിടെ നോക്കിയാലും എന്നെന്നുമില്ലാത്തൊരു സുഗന്ധം നിറഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും ഹൃദയം ആ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. ദേവന്മാരും കിന്നരന്മാരും സിദ്ധന്മാരും എല്ലാവരും പാട്ടും നൃത്തങ്ങളുമൊക്കെയായി പുഷ്പങ്ങളോടെ മധുരാമണ്ഡലത്തിൽ വന്ന് പുഷ്പാർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേവന്മാരുടെ അതിഗംഭീരമായ സ്തുതി ബ്രഹ്മദേവന്റെ നേതൃത്വത്തിൽ തുടർന്നു. പക്ഷേ ഭഗവാൻ ആ ദേവന്മാരുടെ സ്തുതിയെ ശ്രദ്ധിച്ചുവെങ്കിലും അവരെ കൃഷ്ണാവതാര സമയത്ത് അവിടെ നിൽക്കാൻ ഭഗവാൻ അനുവദിച്ചില്ല. സകല ദേവന്മാരെയും ദേവലോകത്തേക്ക് തിരികെ മാറ്റിയതിനു ശേഷമാണ് ഭഗവാന്റെ കൃഷ്ണാവതാരം. ബ്രഹ്മദേവനോ ദേവന്മാർക്കോ കൊടുക്കാനുള്ളതല്ല ഈ അവതാരത്തിന്റെ പരമാനന്ദം. അത് ഗോപസ്ത്രീകൾക്ക് മാത്രമായിട്ട് ഭഗവാൻ എടുത്തു വെച്ചതുപോലെയാണ് തോന്നിയത്. എല്ലാവരും വാദ്യഘോഷങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കെ ഭഗവാൻ ഇതാ പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന ഏറ്റവും ദൂരെ സമുദ്രതീരത്ത് നിന്ന് ഗർജിക്കുന്ന മേഘമാലകളും കൂടി ഞങ്ങളുടെ നിറത്തിൽ വരുന്ന കാർമേഘവർണ്ണനെ കൃഷ്ണനെ ഞങ്ങളുടേതായ അഭിഷേകം ചെയ്യണമെന്ന മട്ടിൽ ഉപഹാരങ്ങൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. കൃഷ്ണാവതാരം അങ്ങ് കിഴക്ക് ചന്ദ്രൻ പരിപൂർണതയുമായിട്ട് ഉദിച്ചുയരുന്നതുപോലെ ദേവകീ വസുദേവന്മാരുടെ ഹൃദയത്തിലെ ഇരുട്ടിനെ മുഴുവൻ അകറ്റിക്കൊണ്ട് ശോഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേവകീ വസുദേവന്മാർ അത്ഭുതത്തോടെ തങ്ങളുടെ പൊന്നോമന കുഞ്ഞെന്ന വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവരുടെ കണ്ണുകളും കൈക്കുമ്പിളുകളും ഭഗവാന് പൂജ ചെയ്തുകൊണ്ടിരുന്നു. വസുദേവര് പറഞ്ഞു, എനിക്ക് അങ്ങയെ മനസ്സിലായി. ഭഗവാൻ ഉള്ളുകൊണ്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇനി എന്റെ ബാലലീലകളൊന്നും തന്നെ അച്ഛന് വേണ്ടിയിട്ടല്ല. അതെല്ലാം തന്നെ ഞാൻ നന്ദഗോപാദികൾക്കും ഗോപിഗോപന്മാർക്കുമായി മാറ്റിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ദേവകീദേവി തന്റെ പൊന്നോമന പുത്രനെ തന്റെ ഹൃദയത്തൊട്ടിലിട്ട് താരാട്ടുന്നത് പോലെ പാടിക്കൊണ്ടിരുന്നു. ഈ 4 കൈകളുള്ള രൂപം ചെറുതാകണേ ഉണ്ണി എന്ന ദേവകീദേവിയുടെ പ്രാർത്ഥന അനുസരിച്ച് ഭഗവാൻ ഇതാ നാം എല്ലാവർക്കും വാരിയെടുക്കാവുന്ന രീതിയിലേക്ക് ആലിലക്കുട്ടനായി ബാലമുകുന്ദനായി കിടന്നു. ആ പൊന്നുണ്ണിക്കുട്ടനെ വാരിയെടുത്ത് ദേവകീദേവി ഒരു മാതൃത്വത്തിന്റെ പരമാനന്ദത്തോടെ ആ മുഹൂർത്തം ആസ്വദിച്ചു. വസുദേവര് ആ കുഞ്ഞിനെയാണ് കയ്യിൽ നിന്ന് വാങ്ങി നന്ദഗോകുലത്തിൽ വന്ന് കിടത്തിയതും പിന്നീടാണ് നമുക്കെല്ലാവർക്കും ആ ഉണ്ണിയെ കൈമാറിയെടുക്കാൻ സാധിച്ചതും. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. അങ്ങനെ നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ അവതാരം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഭക്തജന ഹൃദയങ്ങളിലൂടെ മാറി മാറി വന്ന ആ ഉണ്ണിക്കണ്ണൻ സാക്ഷാൽ വാതാലയേശനായി ഭാഗവത സ്വരൂപിയായി ഇതാ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു, പ്രതിഷ്ഠ നേടിയിരിക്കുന്നു. ആ ഭഗവാന്റെ അവതാര നിമിഷത്തെ നമുക്കേവർക്കും ആനന്ദത്തോടെ നുകരാം. ഹരേ കൃഷ്ണ. ഈ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.